മറ്റാരുണ്ട് LDF അല്ലാതെ? ഞാൻ ഈ നടന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം രേഖയടക്കം എല്ലാ വീടുകളിലും എത്തിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ രേഖ വീട്ടിലെത്തിയോടുകൂടി ആൾക്കാർ വളരെ തമാശയിൽ എടുക്കുകയാണ്. കല്ലടിമുഖം പാലം 10,32 രൂപയുടെ ഭരണാനുമതി ലഭ്യമാക്കി സ്ഥലം ഏറ്റെടുക്കൽ നടപടി അതിവേഗം പുരോഗമിക്കുകയാണ്. കിരീടം പാലം നേമം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ടതല്ല, എന്നാലും മണ്ഡലത്തിലെ തൊട്ടടുത്ത ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ എൻ്റെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് എന്നോടൊപ്പം കിരീടം പാലം സന്ദർശിക്കുകയും അതിനെ തുടർന്ന് ആദ്യഘട്ടമായ 1 കോടി രൂപ ചെലവിൽ ഒരു പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തു. ഇതിൻ്റെ തുടർ പദ്ധതികൾ ടൂറിസം വകുപ്പ് തയ്യാറാക്കി വരികയാണ്. അടുത്ത പറഞ്ഞിങ്ങനെ വിജയമോഹനുമില്ല, കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ മിൽ അടച്ചുപൂട്ടിയത് BJP സർക്കാരാണ്. ഇവിടുത്തെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനും മിൽ നവീകരിച്ച് തുറന്ന് നൽകുന്നതിനുമായി തൊഴിലാളികൾ പ്രക്ഷോഭത്തിലാണ്. കുറഞ്ഞപക്ഷം ആ മിൽ സംസ്ഥാന സർക്കാരിന് കൈമാറാനെങ്കിലും BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ തയ്യാറാവണം. സത്യനഗർ സ്റ്റേഡിയത്തിൻ്റെ നവീകരണം 1 കോടി രൂപ ചെലവിൽ നടന്നു വരികയാണ്. മണ്ഡലത്തിലാകെ കായിക രംഗത്തിനായി 5 മൈതാനങ്ങൾ നവീകരിക്കുന്നതിന് ആകെ 3 കോടിയോളം രൂപ പദ്ധതികൾ നടന്നു വരികയാണ്. ശാന്തിവിളയിൽ സ്ഥിതി ചെയ്യുന്ന നേമം താലൂക്ക് ആശുപത്രിയിൽ 22,24 ലക്ഷം രൂപ ചെലവിൽ ആധുനിക ചികിത്സാ സൗകര്യങ്ങളോട് കൂടിയ 7 നിലകളുള്ള OP ബ്ലോക്കിൻ്റെയും 8 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന 3 നിലകളോട് കൂടിയ അത്യാഹിത വിഭാഗത്തിൻ്റെയും നിർമ്മാണങ്ങൾ വളരെ വേഗം നടന്നു വരികയാണ്. 2 മാസത്തിനകം തന്നെ OP ബ്ലോക്കിൽ പ്രവർത്തന സജ്ജമാകും. ഈ നിർമ്മാണങ്ങൾ പൂർത്തിയാകുന്നതോടുകൂടി ഈ ആശുപത്രിയിലെ ജില്ലാ ആശുപത്രി നിലവാരത്തിലേക്ക് ഉയർത്തും. വെള്ളയാണിക്കായൽ നേമം മണ്ഡലത്തിൽ ഉൾപ്പെട്ടതല്ല, അത് കോവളം നിയോജക മണ്ഡലത്തിലാണ്. എന്നാൽ LDF സർക്കാർ ഈ കായലിൻ്റെ സംരക്ഷണത്തിനും വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നതിനും 90 കോടി രൂപ ചെലവിൽ ഒരു പദ്ധതിക്ക് അനുവാദം നൽകുകയും അതിൻ്റെ 1ാം ഘട്ടമായി 65 കോടി രൂപയുടെ പ്രവർത്തനം നടന്നു വരികയുമാണ്. ഇവ പൂർത്തിയായാൽ ഉടൻ തന്നെ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിക്ക് അനുമതി നൽകും. നേമം രജിസ്ട്രേഷൻ കോംപ്ലക്സ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് ഉദ്ഘാടനം നിർവഹിച്ചതാണ്. ഇതിൽ ഉൾപ്പെടുന്ന 7 ഓഫീസുകൾക്കായി അതാത് ഓഫീസുകൾ തന്നെ നടത്തേണ്ട ഇൻറ്റീരിയർ വർക്കുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇടയാർ ദ്വീപിലേക്ക് മൂന്നാറ്റുമുക്കിൽ നിന്നും ഒരു പാലം നിർമ്മിക്കുന്നതിന് 15 കോടി 10 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതിനായുള്ള സ്ഥലം ഏറ്റെടുക്കുവാൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. തിരുവല്ല ക്ഷേത്രത്തിൻ്റെ വികസനത്തിനായി 5.5 കോടി രൂപ മുടക്കി 1 ഏക്കർ 65 സെൻറ്റ് സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. പൈതൃക ക്ഷേത്രമായതിനാൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒട്ടേറെ നിയന്ത്രണങ്ങളുണ്ട്. ആയത് കണക്കിലെടുത്ത് ശാസ്ത്രീയമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്ന നടപടികൾ അന്തിമഘട്ടത്തിലാണ്. ഈ മാസ്റ്റർ പ്ലാൻ പൂർത്തിയായാൽ ഉടൻ വികസന പദ്ധതി അംഗീകാരം ലഭ്യമാകും. നിയമമണ്ഡലത്തിലെ എല്ലാ വാർഡുകളിലും സിവേജ് സംവിധാനം ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി 5ലധികം വാർഡുകളിലെ പദ്ധതികൾക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട്. LDF നേമം മണ്ഡലം തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പുറത്തിറക്കിയിട്ടുണ്ട്. അതിലെ 10 പരിപാടികൾ മാത്രം ഞാൻ സൂചിപ്പിക്കുക. ഞങ്ങളിത് പറയുന്നത് അത് നടപ്പിലാക്കാനുള്ള ആർജവം ഞങ്ങൾക്കുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ്. നിയമമണ്ഡലത്തിലെ സമഗ്രമായ വളർച്ച ലക്ഷ്യമിട്ട് 78 കർമ്മപദ്ധതികൾ ഉൾക്കൊള്ളുന്ന വികസന രേഖയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് നാം നടപ്പിലാക്കിയ 900 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രധാന പദ്ധതികൾ: യുവജനങ്ങൾക്കായി കിള്ളിപ്പാലം മുതൽ പാപ്പനംകോട് വരെ അന്താരാഷ്ട്ര നിലവാരമുള്ള നൈപുണ്യ കോറിഡോർ സ്ഥാപിക്കും. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ ഉണ്ടാകുന്ന തൊഴിലവസരങ്ങൾ നമ്മുടെ യുവതയ്ക്ക് ലഭ്യമാക്കുവാൻ പ്രത്യേക പരിശീലന പദ്ധതികൾ ആവിഷ്കരിക്കും. വിദ്യാഭ്യാസം, ആരോഗ്യം
എല്ലാ സ്കൂളുകളിലും ഹെൽത്തി കിഡ്സ് പദ്ധതിയും സൈക്കോ സോഷ്യൽ കൗൺസിലർമാരുടെ സേവനവും ഉറപ്പാക്കും. നേമം താലൂക്ക് ആശുപത്രിയിൽ ജില്ലാ ആശുപത്രി നിലവാരത്തിലേക്ക് ഉയർത്തുകയും കൂടുതൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിയമിക്കുകയും ചെയ്യും. അടിസ്ഥാന സൗകര്യങ്ങൾ മണ്ഡലത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള വർക്ക് നിയർ ഹോം കോ വർക്കിംഗ് സ്പേസുകളും യുവാക്കൾക്കായി ഹാപ്പിനെസ് പാർക്കുകളും സ്ഥാപിക്കും. ക്ഷേമ പ്രവർത്തനങ്ങൾ വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി വെൽനസ് സെൻ്ററുകളും വീടുകളിൽ തന്നെ മെഡിക്കൽ പരിശോധനയ്ക്കുള്ള സൗകര്യങ്ങളും ഒരുക്കും. സ്ത്രീകൾക്കായി പ്രത്യേക ശാക്തീകരണ കേന്ദ്രങ്ങളും അംഗനവാടികളെ സ്മാർട്ട് അംഗനവാടികളാക്കി മാറ്റുന്ന പദ്ധതി നടപ്പിലാക്കും. വ്യവസായവും ടൂറിസവും പാപ്പനംകോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വികസിപ്പിക്കുകയും വിജയമനമിൽ തുറന്ന് പ്രവർത്തിപ്പിക്കുവാൻ ആവശ്യമായ സമ്മർദ്ദം തുടരുകയും ചെയ്യും. കിരീടമ്പാലം ടൂറിസ്റ്റ് പദ്ധതി വിപുലീകരിക്കുന്നതിനോടൊപ്പം പിൽഗ്രീൻ ടൂറിസത്തിനുള്ള മുൻഗണന നൽകുകയും ചെയ്യും. നമ്മുടെ നാടിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന വിഷൻ 2031 പദ്ധതിയിൽ യുവാക്കളെയും പൊതുജനങ്ങളെയും സജീവ പങ്കാളിത്തം ഉറപ്പാക്കുവാൻ യൂത്ത് ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കും. യഥാർത്ഥത്തിൽ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെയാണ് ബി.ജെ.പിയുടെ നിയമമണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും കുറേ കാര്യങ്ങളിലൂടെ പറഞ്ഞിരിച്ചിട്ടുള്ളത്. വികസന പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സത്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇനിയും പറയുന്നു, ഇന്ന് വൈകുന്നേരം ഇന്ന് കലാശക്കൊട്ടിന് മുമ്പ് എവിടെയെങ്കിലും ഒരു സ്ഥലം നിശ്ചയിച്ചാൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖരനുമായി ഞാനിപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞ തെറ്റായ കാര്യങ്ങൾ വസ്തുതയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമടക്കം പരസ്യമായ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ്. അങ്ങ് ഇതിൽ നിന്ന് ഒളിച്ചോടുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. കാരണം വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു പാരമ്പര്യം ബഹുമാനപ്പെട്ട ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്ക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്തൊക്കെ വികസനമാണ് നാട്ടിൽ വേണ്ടത്, എന്തൊക്കെ വികസന പ്രവർത്തനമാണ് നാട്ടിൽ വേണ്ടാത്തത്, എന്തൊക്കെ ഈ നിയമമണ്ഡലം മിനിമം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുമ്പ് അങ്ങയുടെ പ്രത്യേക ടീമുണ്ടല്ലോ, ഇലക്ഷൻ വർക്ക് ചെയ്യുന്ന പ്രത്യേക ടീം ഉണ്ടല്ലോ, ആ ടീമിനെ കൊണ്ട് ഒരു സ്പോട്ട് വിസിറ്റ് നടത്തിയതിന് ശേഷം ഈ കാര്യങ്ങൾ അദ്ദേഹം പ്രസ്താവിക്കുന്നതായിരിക്കും നല്ലത്. ഇന്നിപ്പോൾ ജനങ്ങൾ, ഞാൻ ഈ നടന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം രേഖയടക്കം എല്ലാ വീടുകളിലും എത്തിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ രേഖ വീട്ടിലെത്തിയോടുകൂടി ആൾക്കാർ വളരെ തമാശയിൽ എടുക്കുകയാണ്. കാരണം ഇത് നടന്ന കാര്യങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വ്യക്തി ആണല്ലോ ഇദ്ദേഹമെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.